നോക്കുവിൻ, നമ്മൾ കേട്ട പാട്ട് പോലെ നമുക്കൊരാശ്വാസം കണ്ടെത്തുവാൻ പലപ്പോഴും നമ്മൾ കൊതിക്കാറുണ്ട്. നോക്കുവിന്, നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകി തരേണ്ടതിനത്രേ ഞാൻ ഈ വചനമായിട്ട് പ്രഭാതത്തിൽ ദൈവ ഇഷ്ടപ്രകാരം നിൽക്കുന്നത്. നിങ്ങൾ ഏത് ജാതി മതസ്ഥരോ ആരോഗ്യമുള്ളവരോ ആരോഗ്യം കുറഞ്ഞവരോ പിന്നെ എന്താണ് ഉന്നതന്മാരോ ചെറിയവരോ ആരും ആയിക്കൊള്ളട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കഠിനമായിരിക്കുന്ന വ്യഥയിൽ കൂടി അല്ലയോ നമ്മുടെ ഏകാന്തതയിൽ കടന്നു പോകുന്നത്. ചിലർക്ക് രോഗമാണ്, ചിലർക്ക് മരണഭീതിയാണ്, ചിലർക്ക് എന്താണ് വിവാഹ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാണ്, കുടുംബ തകർച്ചകളാണ്, മക്കളെ പറ്റിയുള്ള വിലാപങ്ങളാണ്. നിരവധിയായിരിക്കുന്ന വിഷമസന്ധ്യയിൽ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. എന്നാൽ നമ്മുടെ മുഖം കാണുന്നവർ വിചാരിക്കും ഇവൻ വളരെ സന്തോഷവാനാണ്, ഇവൾ വലിയ സന്തോഷവതിയാണെന്ന്. എന്നാൽ യഥാർത്ഥമായിട്ടും അങ്ങനെയല്ലല്ലോ. നമ്മുടെ യഥാർത്ഥമായിരിക്കും നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് പലപ്പോഴും നിരാശ തളം കെട്ടി നിൽക്കുകയാണ്. എങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കുന്നതേ ഉള്ളൂ. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് വിശേഷം? ഓ, നല്ല വിശേഷമെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പോലും നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ് നിനക്ക് എന്ത് പറ്റിയെന്നൊരു വാക്ക് പോലും ചോദിക്കുവാൻ പലപ്പോഴും മുതിരാരുമില്ല. എങ്കിലും നമ്മൾ എന്താണ് വ്യർത്ഥമായിട്ട് ജീവിക്കുകയാണ്. പ്രഭാതം മുതൽ സന്ധ്യ വരെ കഠിനാധ്വാനം ചെയ്യുന്നു. രാത്രികാലങ്ങൾ നാളെ പറ്റിയുള്ള വിചാരങ്ങളെ കൊണ്ട് കിടന്ന് ഉറക്കമില്ലാതെ അല്ലെങ്കിൽ അല്പസമയം ഉറങ്ങി വീണ്ടും നിരാശയോടുകൂടി അടുത്ത പ്രഭാതത്തിൽ ഉണർന്ന് വീണ്ടും നമ്മൾ പ്രവർത്തിക്കുകയാണ്. എത്ര അധ്വാനിച്ചിട്ടും കടം വീടുന്നില്ല. എന്തൊക്കെ യാഗങ്ങളും വഴിപാടുകളും ആചാരങ്ങളും നൊയമ്പുകളും നോറ്റിട്ട് നമ്മുടെ ജീവിതത്തിനൊരു സന്തോഷം കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പോഴെന്താണ് ഇന്നവരെ ആചരിച്ചവരുടെ ആചാരങ്ങൾക്ക് അപ്പുറം നമ്മളെ അറിയുന്ന ചില വ്യക്തികൾ നമ്മുടെ നന്മ ആണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും അവൻ പറയുന്നു അവിടെ മാത്രം പോയാൽ പോരാ, ഇന്ന സ്ഥലങ്ങളിൽ കൂടെ പോയി നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നമ്മളെ പണം കടം മേടിച്ചുകൊണ്ട് നമ്മൾ പുതിയ സ്ഥലങ്ങളിലേക്ക്, ആരാധനാലയങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. പുതിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പക്ഷെ ആശ്വാസം കൈവരിക്കുവാന് ആ സ്ഥലത്തിനും കഴിഞ്ഞിട്ടില്ല, യെരുശലേമിലും കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒരു ശമരിയക്കാരിയായിരുന്ന സ്ത്രീയോട് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ ഇവൾ അവനോട് പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവന് യെരുശലേമിലാണ് വന്ന് ആരാധിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, ദൈവത്തെ ആരാധിക്കുന്നവന് യെരുശലേമിലുമല്ല ആ മലയിലുമല്ല, ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും അത്രേ അവനെ ആരാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടിയ പാട്ട്, കേട്ട പാട്ട് പോലെ ആശ്വാസത്തിന്റെ ഉറവിടമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ വിശ്വാസത്തോട് ചെന്നിട്ടല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം നൽകി തരുവാനോ നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം നൽകി തരുവാനോ കഴിയുന്ന ഒന്നും ഭൂമിയിലില്ല, ഭൂമണ്ഡലങ്ങളിലില്ല, പ്രപഞ്ചത്തിലോ ആകാശത്തിലോ എങ്ങുമില്ല പ്രിയപ്പെട്ടവരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തിലുള്ള ഒരു ശക്തിക്കും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഈ ഭൂമിയിലുള്ള ഒരു ആചാരങ്ങൾക്കും ഒരു വഴിപാടുകൾക്കും നൊയമ്പുകൾക്കും നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ കഴിയത്തില്ല. കാരണം ദൈവവചനം അനാദികാലം മുതലുള്ള ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ നാമത്തിന് മാത്രമേ നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. ആകെ പ്രിയപ്പെട്ടവരെ, നമ്മളെ രക്ഷിപ്പാൻ കഴിയുന്ന ഈ ഏകനാമത്തെ, അവന്റെ സ്നേഹത്തെ നമുക്ക് അല്പനേരം ഒരിക്കൽ കൂടെ ധ്യാനിച്ചാൽ എന്താണ്? എനിക്കറിയാം പ്രഭാതത്തിൽ നിങ്ങൾ യൗവനക്കാര് പലയിടത്തും ജോലിക്ക് വേണ്ടി പോവുകയാണ്. വീട്ടമ്മമാര് വീട്ടിൽ എന്താണ് കഠിനമായിരിക്കുന്ന ഹൃദയവ്യതയോടുകൂടി പിറുപിറുപ്പോടുകൂടി പല കാര്യങ്ങളും ചെയ്യുകയാണ്. മക്കളോ വിദ്യാഭ്യാസത്തിനായിട്ട് പോവുകയാണ്. അവർക്കൊന്നും ഇത് സന്തോഷമില്ല. കാരണം കുടുംബത്തിൽ സന്തോഷം അവർക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല, നിരാശ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം ഒരു പരിഹാരം യേശുക്രിസ്തുവിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹിന്ദുക്കളായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമൊന്നുമല്ല. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടിയിട്ടും കൂടെ മരിച്ച നിന്റെ ഏകയഥാർത്ഥമായിരിക്കുന്ന സ്നേഹിതനാണ്. നിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്നേഹിതനത്രേ യേശുക്രിസ്തു. നിങ്ങൾ വിചാരിക്കുന്ന ഇത് ഹിന്ദുക്കളുടെ ദൈവം, അത് ക്രിസ്ത്യാനികളുടെ ദൈവം, അങ്ങനെ ഒരു ദൈവമില്ല പ്രിയപ്പെട്ടവരെ. വീണ്ടും നിങ്ങളുടെ ബുദ്ധിയെ തുറക്കട്ടെ. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും മതങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവൻ ദൈവമേ അല്ല. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുമായിട്ട് ഒരു ബന്ധവുമില്ല. വെച്ചാൽ ക്രിസ്തീയ മതവിശ്വാസത്തിന് യേശുക്രിസ്തുവിന് ഒരു ബന്ധവുമില്ല പ്രിയപ്പെട്ടവരെ. അവർ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുമില്ല. അവർ യേശുക്രിസ്തുവിനേക്കാൾ ഉപരി അവരുടെ പാരമ്പര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവരും മറ്റുള്ളവരെ പോലെ ദൈവമില്ലാത്തവരായിട്ട് ദുഃഖത്തിലും കണ്ണുനീരിലും ആത്മഹത്യയിലും കൊലപാതകത്തിലും മദ്യപാനത്തിലും ചൂതാട്ടത്തിലും ഒക്കെ നിന്നുകൊണ്ട് സമാധാനമില്ലാതെ മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും വിചാരമില്ലാതെ അവരും മരിച്ച് നരകാഗ്നിയിലേക്ക് ഒടുങ്ങി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെ ഒരുവൻ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകും,
സന്തോഷമുണ്ടാകും, പ്രത്യാശ ഉണ്ടാകും. സമ്പത്തിൽ ആശ്രയിക്കുന്നവനല്ല, സമ്പത്തിൽ ആശ്രയിക്കുന്നവരൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി കൊതിച്ചവരെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ഉപജീവന മാർഗം മാത്രം നമ്മൾ ചെയ്താൽ മതി. അവിടെ ദൈവം അനുഗ്രഹിച്ചു തന്നു കഴിഞ്ഞാൽ ചെറിയ വരുമാനം കൊണ്ട് നമുക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റും. ഒരു പക്ഷേ വലിയ കാർ എടുക്കുകയോ വലിയ വീട് പണിയോ ചെയ്യുന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. പിന്നെയോ എന്നും നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയുന്ന ഒരു അനുഭവം. നാളെ മരണത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോഴോ മരണം നമുക്കതാണ് ഭയാനകമല്ല. മരണം പോലും നമുക്ക് സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ മരിച്ചതിന് ശേഷമോ നിത്യമായിരിക്കുന്ന ഒരു സ്വർഗീയമായിരിക്കുന്ന വാസസ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഒരിക്കലും മരണമില്ലാത്ത, രോഗമില്ലാത്ത, പട്ടിണിയില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത മനോഹരമായിരിക്കുന്ന ഇമ്പകരമായിരിക്കുന്ന ജീവിത അനുഭവത്തിലേക്ക് നമ്മൾ ഈ മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കാനും കടന്നു പോവുകയാണ്. അപ്പോൾ നോക്കുവിന് ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ട്? എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. അന്നുള്ള ജീവിതത്തിന്റെ ഉപജീവന മാർഗം അവൻ നൽകി തരുന്നു. പിന്നെ എന്താണ്? നമുക്ക് മരണഭീതി നീങ്ങിപ്പോകുന്നു, നമുക്ക് പാപമോചനം ലഭിക്കുന്നു, സകലവിധമായിരിക്കുന്ന നന്മകളാലും അവൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നവനല്ലയോ ഭാഗ്യവാന്? ആ കർത്താവ് പറഞ്ഞു, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ എന്നാൽ നിങ്ങൾ തുറക്കപ്പെടും, നിങ്ങൾക്ക് തുറക്കപ്പെടും, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഞാൻ വീണ്ടും ശാന്തതയോടെ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ. അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത, സ്കൂളിന്റെ വരാന്തയിൽ പോലും കയറാത്ത ഒരു വ്യക്തിക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലേക്ക് ഞാൻ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നോക്കുവിന് എന്താണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? യഥാർത്ഥമായിട്ട് നമുക്ക് ആവശ്യമുള്ളതിനെ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിനെ അന്വേഷിക്കുമായിരുന്നു. നമുക്ക് യഥാർത്ഥമായിട്ടും ആവശ്യമുള്ള കാര്യം സമാധാനമാണെങ്കിൽ സമാധാനത്തിന്റെ വഴി നിങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അന്വേഷിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അത് കണ്ടെത്തുമായിരുന്നു. കണ്ടെത്തി കഴിഞ്ഞാലോ അത് ആരാണ് തരുന്നത് അവനോട് നമ്മൾ ചോദിക്കുകയും അവൻ നമുക്കത് നൽകി തരികയും ചെയ്യുമായിരുന്നു. മുമ്പേ പറഞ്ഞ ശമരിയക്കാരി സ്ത്രീയെ സംബന്ധിച്ചോളം യേശുക്രിസ്തു ഒരിക്കല് സുഖാർ എന്നൊരു പട്ടണത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അവിടെ നട്ടുച്ച സമയമാണ്. അവൻ ഒരു കിണറിന്റെ സൈഡിൽ ഇരിക്കുകയാണ്. അവന്റെ ശിഷ്യന്മാര് ഭക്ഷണം കൈക്കൊള്ളുവാനായിട്ട് ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ഏകനായിട്ട് ഇരിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ വെള്ളം കോരാൻ വരികയാണ്. ആ സ്ത്രീ വെള്ളം കോരാൻ വന്നപ്പോൾ കർത്താവ് അവരോട് ചോദിച്ചു, എനിക്ക് കുടിപ്പാൻ അല്പം വെള്ളം തരാമോ? ബൈബിളിന്റെ ഭാഷയിലല്ല, അല്പം കൂടെ ഞാനത് സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ ശമരിയക്കാരാണ്, നീ യഹൂദനാണ്. ശമരിയക്കാരും യഹൂദന്മാരും തമ്മിൽ എന്താണ് തീണ്ടലുള്ള കാലമാണ്. നീ എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്തിനാണ്? അപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, ഈ വെള്ളം കുടിക്കുന്നവർക്കൊക്കെ പിന്നെ ദാഹിക്കും, എന്നാൽ ജീവന്റെ വെള്ളം കുടിക്കുന്നവർക്ക്, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരു നാളും ദാഹിക്കത്തില്ല. അപ്പോൾ കർത്താവിനോട് വിളിച്ചിരുന്നു, ആ വെള്ളം എനിക്ക് നൽകി തരാമോ എന്ന് ചോദിക്കുന്നു. കർത്താവ് പറയുന്നു, ഞാനത് നൽകി തരാം, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാനത് നൽകി തരുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോഴ് സ്ത്രീയോട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഉറവ, ഈ വെള്ളം നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ജീവജലത്തിന്റെ ഉറവയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിട്ടും യേശുക്രിസ്തു ഈ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നതിന്റെ ഉദ്ദേശം അവളോട് സുവിശേഷം പറയുക എന്നുള്ളതാണ്. അപ്പോൾ അവൾ വിചാരിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളാണ് വലുത്. എന്നാൽ തന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ക്രിസ്തു ആരാണ് നമ്മൾക്ക് അറിയുമായിരുന്നില്ല. അപ്പോൾ ആ ജീവജലത്തിന്റെ ഉറവ അത് ആരോട് ചോദിക്കുമെന്നായി അവളുടെ ചോദ്യം. അപ്പോൾ പറഞ്ഞു, സ്ത്രീയെ, നീ ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, അതായത് ദൈവം നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന വാഗ്ദത്തം, അത് ബൈബിളിനകത്ത് ചില ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് നീ ദൈവത്തിന്റെ ദാനം എന്ത്, നീ ദൈവത്തിന്റെ ദാനവും എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്തൊരു ചെറിയ പിശകുണ്ട്. അത് അർത്ഥം ശരിയാണെങ്കിലും നീ, അതായത് ഈ ശമരിയക്കാരി സ്ത്രീ ദൈവത്തിന്റെ ദാനമല്ല, ദൈവത്തിന്റെ ദാനം എന്തെന്നും എന്ന് വെച്ചാൽ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് നിത്യജീവനാണ്, പാപമോചനമാണ്. അത് നീ അന്വേഷിച്ചിരുന്നെങ്കിൽ കണ്ടെത്തുമായിരുന്നു. ആ പാപമോചനം, നിത്യജീവൻ നൽകി തരുന്നവൻ ഞാനാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ജീവന്റെ വെള്ളം നീ എന്നോട് ചോദിക്കുകയും ഞാനത് നിനക്ക് നൽകി തരികയും ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് കാര്യം പറയാം. നിങ്ങളുടെ സമാധാനത്തിന്റെ വഴി യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ഏക വ്യക്തി മാത്രമാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ പറയും, ഞങ്ങൾക്കും സമാധാനമില്ലല്ലോ, ഞങ്ങളും യേശുക്രിസ്തുവിലല്ലേ വിശ്വസിക്കുന്ന. നല്ല പ്രയോജനം, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതേ ഇല്ല. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ഒരു പേര് പറയുന്നതല്ലാതെ അവന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് പാരമ്പര്യമാണ് വലുത്. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിലേക്ക് വന്നിട്ടല്ലാതെ നിങ്ങൾക്ക് അവിടെ ഒരു സമാധാനം കണ്ടെത്തുവാൻ കഴിയത്തില്ല. അപ്പോൾ നോക്കവിന് ആ സ്ത്രീയെ ആ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചു. അവൾ പറഞ്ഞു, അവിടെ രഹസ്യങ്ങളെ കർത്താവ് അവളോട് പറഞ്ഞു, അവനൊരു പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞ്
അവൾ സ്വന്തം ഗ്രാമത്തിലേക്ക് കടന്നുപോയിട്ട് ആ ഗ്രാമവാസികളെ എല്ലാം വിളിച്ച് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ മലമുകളിൽ ഞാൻ പ്രസംഗിക്കുന്നത് അറിയാമോ? യേശുക്രിസ്തുവിനുള്ള സമാധാനം ഞാൻ കണ്ടെത്തിയത് വഴി, യേശുക്രിസ്തുവിനുള്ള പാപമോചനം ഞാൻ നേടിയത് വഴി, യേശുക്രിസ്തുവിനുള്ള സമാധാന നിയമം ഞാൻ ഗ്രഹിച്ചത് വഴി നിങ്ങൾക്കും കൂടി അത് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അല്ലാതെ മതം മാറ്റാനല്ല. ഞങ്ങൾ എന്താണ്, മർത്തോമക്കാർക്ക് വീട്ടിൽ കയറ്റുന്നത് ഇഷ്ടമല്ല, യാക്കോബക്കാർക്ക് ഞങ്ങളുടെ സുവിശേഷം ഇഷ്ടമല്ല, കത്തോലിക്കർ പലപ്പോഴും ഞങ്ങളെ കല്ലെടുത്തെറിയാറുണ്ട്. ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നവനാണ്. അവര് വിചാരിക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ, ഞങ്ങൾക്ക് ദൈവമുണ്ട്, ഞങ്ങൾക്ക് പള്ളിയുണ്ട്, ഞങ്ങൾക്ക് അച്ഛന്മാരുണ്ട്, പിന്നെ നിന്റെ സുവിശേഷം കൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ വാദം പൊളിഞ്ഞു പോകുമായിരുന്നു. യഹൂദന്മാര് ദൈവത്തിന്റെ സ്വന്തം ജനം, എന്നിട്ടും യേശുക്രിസ്തു അവരിലേക്ക് സുവിശേഷം പറഞ്ഞു നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കള് എന്ന് പറയുവാൻ തക്കവണ്ണം ആ അബ്രഹാമിന്റെ സന്തതികളെ കർത്താവ് ശാസിക്കുന്നത് പോലെ നിങ്ങൾ യാക്കോബയോ മർത്തോമയോ കത്തോലിക്കരോ ജ്ഞാനായിയോ നിങ്ങൾ ഹിന്ദുക്കളോ ഇതര മതവിശ്വാസികളോ ആണ് എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ജനിച്ചത് ദൈവത്തിന്റെ മക്കളായിട്ടല്ല. നമ്മളെല്ലാവരും ജനിച്ചത് ആദം എന്ന് പറഞ്ഞ ഒരു പാപിയുടെ രക്തത്തിൽ നിന്ന്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരേ ഒരു പുരുഷനായിരിക്കുന്ന ആദം ചെയ്ത പാപത്താൽ അത്രേ ഈ സർവ്വഭൂമിയും നിന്നാപാത്രങ്ങളായിട്ട് തീർന്നിരിക്കുന്നത്. ഈ സർവ്വഭൂമിയും കഠിനമായിരിക്കുന്ന വേദനകൾ കൂടെ കടന്നു പോകുന്നതിന്റെ കാര്യം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏക പുരുഷൻ ചെയ്ത പാപത്താലാണ്. ആ പാപത്തിന്റെ ശക്തിയാണ് ഈ ലോകത്തിൽ വ്യാപരിക്കുന്നത്. ആ പാപം മുഖാന്തരം അത്രേ സർവ്വലോകവും കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുന്നത്. നോക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു BJP കാരനെ കൊന്നു, ഒരു BJP കാരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്നു. പ്രിയപ്പെട്ട, ഇവിടെ രണ്ടുപേർക്കും 2 കൊടിയുണ്ട്, 2 നിറമുണ്ട്, 2 ഇസങ്ങളാണ്. എന്നാൽ ഇവർ രണ്ടും മരിച്ചല്ലോ. മരിച്ചതിന് ശേഷം ഇവർ രണ്ടും പോയി വീഴുന്നത് ഒരേ തീക്കകത്താണ്. നരകം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, പാപികൾക്കുള്ളവരുടെയാണ്. പിശാചിനും അവന്റെ ദൂതന്മാരുടെ കൂടെ നരകാഗ്നിയിൽ കിടക്കുമ്പോൾ അവിടെ BJPയുടെ കൊടിയുമില്ല, അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടിയുമില്ല. ദൈവത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിനെ നിഷേധിച്ച് പാപമോചനം നേടാതെ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത വഴി രണ്ടുപേരും ഒരു നാളും തീർന്നു പോകാത്ത നരകാഗ്നിയിലേക്കാണ് ഒടുങ്ങിപ്പോകുന്നത്. ഇനി അവരാകട്ടെ ഞാനാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞാൽ BJP കാരനായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടെ അവൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നാലോ, ഹിന്ദു ആകട്ടെ കത്തോലിക്കനാകട്ടെ മർത്തോമക്കാരനാകട്ടെ അവൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നാലോ, നമ്മൾ എല്ലാവരും യേശുക്രിസ്തുവിന്റെ കൊടിക്കീഴിൽ സന്തോഷത്തോടെ ഒരാത്മാവിൽ ജീവിക്കും. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളും യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരുമായിട്ട് തീരും. പ്രിയപ്പെട്ട, ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തെ തള്ളിക്കളഞ്ഞ് അതിനെ സ്വീകരിക്കാൻ കഴിയാത്ത വണ്ണം നെഗള സ്വഭാവം അഹങ്കാര ഹൃദയമല്ലേ നിന്നെ നശിപ്പിച്ചത്. നിന്റെ അഹങ്കാരം കൊണ്ടല്ലയോ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും. നീ ഇപ്പോൾ ജയിലറുകൾ കയറി ഇറങ്ങുന്നു, കോടതി വരാന്തകളിൽ നിറങ്ങുന്നു. പ്രിയപ്പെട്ട, എല്ലാത്തിന്റെ ഉത്തരവും നിർമ്മിക്കാൻ നിന്റെ അഹങ്കാരമല്ലയോ? നാളെ മരിച്ചു പോകുന്ന ഒരു പുഴുവായിരിക്കുന്ന നീ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിച്ചത്? എന്തിനാണ് മറ്റുള്ളവരെ വെല്ലുവിളിച്ചത്? നാളെ അവനും മരിക്കും, നീയും മരിക്കും. പ്രിയപ്പെട്ടവരെ, മരണം കൊണ്ട് തീരുന്ന ഈ വ്യർത്ഥമായിരിക്കുന്ന ജീവിതത്തില്, മരണം കൊണ്ട് തീർന്ന ഈ നൈമിഷികമായിരിക്കുന്ന ജീവിതത്തില് അതിനപ്പുറം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിലും, മരിച്ചതിന് ശേഷം നമ്മളെ അവൻ കുറ്റം വിധിക്കുന്നവനാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഉന്നത ഭാവങ്ങൾ ഇവിടെ താഴുമായിരുന്നു, വെല്ലുവിളികൾ ഇവിടെ അവസാനിക്കുമായിരുന്നു, ഞാൻ നിന്നെക്കാളും വലിയവനാണെന്നുള്ള ബോധം ഇവിടെ നഷ്ടപ്പെടുമായിരുന്നു. നമുക്കറിയാം, ദേശത്ത് മഹാസമ്പന്നന്മാരൊക്കെ മരിച്ചു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവർ മരിച്ചിട്ടെന്നാണ് ഒരു പിടി അവരുടെ ശരീരങ്ങളും പുഴുക്കളരിച്ച് അവരിതാ മണ്ണോട് ലയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദരിദ്രൻ മരിച്ചാലും അത്രയേ ഉള്ളൂ, നമ്മുടെ പള്ളിയിലെ അച്ഛനോ തിരുമേനിയോ മരിച്ചാൽ അത്രയേ ഉള്ളൂ, ഞാൻ മരിച്ചാലും അത്രയേ ഉള്ളൂ, മഹാരാജാവായാലും മന്ത്രിയായാലും മരിച്ചാലും ഇത്രയേ ഉള്ളൂ. എന്നാൽ ഈ 60 70 വർഷങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോഴേ ഈ മരണത്തിൽ നമ്മളെ രക്ഷിക്കുന്ന, പാപത്തിൽ നമ്മളെ രക്ഷിക്കുന്ന, സമാധാനം നൽകി തരുന്ന ദൈവപുത്രനെ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സമാധാനം, മരിക്കുമ്പോഴും സമാധാനം, മരിച്ചതിന് ശേഷവും സമാധാനം. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമാധാനത്തിന്റെ വഴി ഞാൻ പറഞ്ഞിവിടെ നിർത്തുകയാണ്. നമുക്ക് ആ ക്രൂസിലേക്ക് നോക്കാം. അവൻ നമ്മുടെ സമാധാനം എന്നവിടെ എഴുതിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാ ജാതി മതസ്ഥരോടും ഞാൻ പറയുന്നു, നമുക്ക് സമാധാനത്തിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ, 2 കള്ളന്മാരുടെ മധ്യേ ആ കാൽവരി ക്രൂശില് നിനക്ക് വേണ്ടി കഷ്ടമേറ്റ്, തുപ്പലേറ്റ്, നിന്നയേറ്റ്, കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് മരിക്കുന്ന ഈ യേശുക്രിസ്തുവാണ് നിന്റെ സമാധാനത്തിന്റെ വഴി. ആ സമാധാനത്തിന്റെ വഴി നീ കണ്ടെത്തിയിരുന്നുവെങ്കിൽ നിനക്ക് ആശ്വസിപ്പാൻ വകയുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു നമ്മുടെ അസമാധാനത്തിന് കാരണമായിരിക്കുന്ന സകല പാപങ്ങളും സ്വയം ചുമന്നുകൊണ്ട് നമ്മളെ അസമാധാനത്തിലേക്ക് നടത്തുന്നത് നമ്മുടെ പാപമാണ്. നമ്മുടെ എല്ലാവിധമായിരിക്കുന്ന പാപങ്ങളും അവൻ സ്വയം ചുമലിലേറ്റ്
എത്തി നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് അവൻ ക്രൂശിൽ മരിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു ഏറ്റുന്നു. അതിലൊന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടാകുമായിരുന്നു. നിന്റെ തെറ്റിന്റെ ശിക്ഷ യേശു ക്രിസ്തു സ്വീകരിച്ചു എന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടാകുമായിരുന്നു പ്രിയപ്പെട്ടവരെ. ആകയാൽ ആ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിരിക്കുന്ന പാപങ്ങളെയാണ് അവൻ ചുമന്നത്. നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് യേശു ക്രിസ്തുവിന് അറിയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് പേരും കർത്താവിന് അറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യങ്ങളും പരസ്യങ്ങളുമായിരിക്കുന്ന സകല പാപങ്ങളും യേശു ക്രിസ്തു തന്റെ ചുമലിൽ എത്തിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു നല്ല വാർത്തയല്ലയോ? നീ കുറ്റക്കാരനാണ്, നീ തെറ്റ് ചെയ്തവനാണ്, പക്ഷെ നിനക്ക് ശിക്ഷ കിട്ടാതിരിപ്പാൻ തക്കവണ്ണം ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു നിന്റെ പാപം ഏറ്റെടുത്തിട്ട് നിന്റെ കുറ്റം ഏറ്റെടുത്തിട്ട് നിനക്ക് പകരക്കാരനായിട്ട് മരിച്ചുവെങ്കിൽ ഇനിയും ദൈവത്തിന്റെ കോടതിക്ക് നിന്നെ കുറ്റം വിധിപ്പാൻ കഴിയത്തില്ല, അത് വിശ്വസിക്കുന്നുവെങ്കിൽ. ആകയാൽ ആ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാര ബലി കഴിഞ്ഞു പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ പാപത്തിന്റെയും ശാപത്തിന്റെയും പരിഹാരം ക്രൂശിൽ നടന്നു കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റത് വഴി നമ്മുടെ പാപത്തിന്റെ കടം യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ച് അത് തീർത്ത് കളഞ്ഞതാണ്. ഇനിയും പാപമോചന ചീട്ടും കൊണ്ട് ആരും വരില്ല പ്രിയപ്പെട്ടവരെ. ഇനിയും പാപമോചനത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു പുരോഹിതനും നിന്റെ അടുക്കൽ വരില്ല. ഒരു മതത്തിലും അത് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ പാപം 2000 വർഷങ്ങൾക്ക് മുമ്പ് മായ്ക്കപ്പെട്ടതാണ്. നമ്മുടെ പിതൃപാരമ്പര്യമായിട്ട് വന്ന ശാപങ്ങളും 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ വെച്ച് മായ്ച്ചു കളഞ്ഞതാണ്. ഇന്ന് നിങ്ങൾ പാപത്തിലും ശാപത്തിലുമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ശാപം മുറിക്കുവാനോ ആരെങ്കിലും പാപം മാറ്റിക്കളയുവാനോ വ്യർത്ഥമായിരിക്കുന്ന മതത്തിന്റെ ചടങ്ങുകൾ കൊണ്ടുവരുന്നുവെങ്കിൽ നിങ്ങൾ അവനോട് പറഞ്ഞ നോ, യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതാണ്. അവൻ എന്റെ ശാപത്തിന്റെ ആ ചങ്ങലകളെ മുറിച്ചു കളഞ്ഞതാണ്. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രയിൽ എന്റെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും മറുതി വരും. പ്രിയപ്പെട്ടവരെ, എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പാപമോചനം നേടുന്നത്. യേശു ക്രിസ്തുവിലേക്ക് മാനസാന്തരപ്പെട്ടിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാരമ്പര്യ പ്രകാരമായിരിക്കുന്ന എല്ലാ ശാപങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ഉത്തരമുണ്ട്. ആ രക്തത്തിന് നമ്മുടെ സകല ശാപങ്ങളെയും പാപങ്ങളെയും മായ്ച്ചു കളയുവാൻ അധികാരമുണ്ട്. നമ്മൾ എത്ര നല്ലതായിട്ട് ജീവിച്ചിട്ടും പിതൃപാരമ്പര്യം നമ്മളെ ബന്ധിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ചെയ്തു വന്നിരിക്കുന്ന സകല അകൃത്യങ്ങൾ നമ്മളെ എന്താണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ അത് ഇവിടെ വെച്ച് തീരാൻ പോവുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പാപങ്ങളും ശാപങ്ങളും ആ സെക്കൻഡിൽ നമ്മളെ വിട്ടുപോവുകയാണ്. ആ നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയുകയാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത അനേക തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധങ്ങൾ മാഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം പാപം ചെയ്തവരാണ്. ചെയ്യാത്തവരാരും എന്നെ കേൾക്കുന്നില്ല, ഞാൻ ഉൾപ്പെടെ. എന്നാൽ ആ കുറ്റബോധം ഇനി വേണ്ട. യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിച്ച് നമുക്ക് സമാധാനം നൽകി തരും. ആകിയാൽ നോക്കുവിന് ആ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി യേശു ക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാലും നമ്മുടെ ഭൂമിയിലെ ജീവിതം തീരുവാനുള്ള സമയമായിരിക്കാലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമാധാനത്തിന്റെ വഴി, പാപമോചനം, നിത്യജീവന്റെ വഴി മാനസാന്തരപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും നമ്മൾ നോയമ്പ് നോറ്റില്ലേ? ഇപ്പോൾ നോയമ്പിന്റെ കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷവും നോയമ്പൊക്കെ ഏറ്റതില്ലയോ? അതിന് മുമ്പത്തെ വർഷവും നോയമ്പ് നോക്കിയതും നോയമ്പ് വീട്ടിയതുമല്ലയോ? അടുത്ത വർഷവും നമ്മളത് ചെയ്യും. നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? ഒരു മാറ്റവും വന്നില്ല. പാപത്തിന് മോചനം കിട്ടിയോ? ഒരു മോചനവും കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ. ഞാനൊരു ഹിന്ദു ആയിരുന്നപ്പോഴും ഞങ്ങളുടേതായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ വർഷവും കൃത്യമായിട്ട് സമയം ചെയ്തെങ്കിലും വീണ്ടും പറയുന്നു, രാഹുകാലത്ത് നിന്ന് ഒരു മോചനം കിട്ടിയില്ല. ജീവിതം ഓരോ വർഷം കഴിയുന്നതോറും ഓരോ ദിവസം കഴിയുന്നതോറും അധപ്പതിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ നമുക്ക് ആശ്വാസം നൽകി തരുവാൻ കഴിയാത്ത, ഇന്നേ വരെ നമ്മുടെ ഹൃദയത്തിന് സന്തോഷം നൽകി തരുവാൻ കഴിയാത്ത ഈ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പാരമ്പര്യങ്ങളും പുരോഹിതന്മാരുടെ കള്ള ഉപദേശങ്ങളും എല്ലാം തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് നിനക്ക് പകരക്കാരനായിട്ട് നിന്റെ പാപമേറ്റ് മരിച്ചവനെങ്കിലും മരണത്തെയും സാത്താനെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ അമർന്നിരിക്കുന്നവനും നാളെ ഈ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് രാജത്വത്തിലേക്ക് മടങ്ങി വരുന്നവരുമായിരിക്കുന്ന ഈ യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനും ഏക കർത്താവും ഏക ദൈവവുമായിട്ട് അംഗീകരിക്കണം. നമ്മൾ ആദ്യം ഒരു വചനം പറഞ്ഞല്ലോ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ആ ഏക നാമത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ മറ്റെല്ലാ നാമങ്ങളെയും എല്ലാ നാമങ്ങളും തള്ളിക്കളയാൻ പറയപ്പെട്ടത്. മരിച്ചവരുടെ കല്ലറയിൽ വണങ്ങുന്നത്, സ്ത്രീഹന്മാരെ നിങ്ങൾ മധ്യസ്ഥനാക്കുന്ന പോകുന്നു, എല്ലാം പാപമാണ്. സ്ത്രീഹന്മാര് പറഞ്ഞു ദൈവത്തെ അല്ലാതെ ആരാധിക്കല്ല. ദൈവത്തിന്റെ ദൂതന്മാര് പറഞ്ഞു കർത്താവിനെ അല്ലാതെ നിങ്ങൾ എന്താണ് കുമ്പിടല്ല. എന്നിട്ടും മരിച്ചു പോകുന്നതും
പാപിയുമായിരിക്കുന്ന പുരോഹിതന്മാരുടെ മുമ്പിലും അവരെ തിരുമേനിയും പുരോഹിതന്മാർക്ക് കുമ്പിടുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തോ ഒരു പാപമാണ് നമ്മൾ അതുകൊണ്ടല്ലേ നീ നശിച്ചു പോകുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂസിൽ മരിപ്പാൻ സ്നാനമേൽക്കണം. ആ സ്നാനമേൽക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ തരും. എന്നാൽ യേശുക്രിസ്തുവിനെ ഞാൻ പറഞ്ഞില്ലയോ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകി തരുന്നു. ഈ പരിശുദ്ധാത്മാവാണ് ആ ക്രൂസിൽ അവൻ കഷ്ടമേൽക്കുമ്പോൾ പ്രാർത്ഥിപ്പാൻ അവനെ കൃപ കൊടുത്തത്. അത് ഈ കഷ്ടമേൽക്കുമ്പോൾ അവന്റെ കരണത്തടിക്കുമ്പോഴും അവന്റെ മുഖത്ത് തുപ്പുമ്പോഴും അവനെ ക്രൂശിക്കുമ്പോഴും ശാന്തതയോട് കിടന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. അതേ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ കഠിനമായിരിക്കുന്ന വേദനകൾ കൂടെ കടന്നു പോകേണ്ട സമയത്തും ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കും. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് വരുന്നതാണ് പ്രിയപ്പെട്ട സമാധാനത്തിന്റെ വഴി. അതിനായിട്ട് നിങ്ങൾ സ്നാനം ഏൽക്കുമ്പോൾ ദൈവം നൽകി തരുന്ന ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ കൃപാവരമോ ഈ പരിശുദ്ധാത്മാവാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അങ്ങനെ സ്നാനമേറ്റ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവര് ഈ ഭൂമി, ആകാശവും ഭൂമി ഇളകി മറിഞ്ഞാലും ഭയപ്പെട്ടു പോകുകയില്ല. ജീവിത സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായി പോയാലും അവന് ആത്മഹത്യ ചെയ്യത്തില്ല. ജീവിതത്തിൽ സർവ്വ മനുഷ്യരും നമ്മളെ വിട്ടുകളഞ്ഞാലും ഏകനായിട്ട് തീർന്നാലും യേശുക്രിസ്തു നമ്മളോട് കൂടെ നല്ല സഖിയായിട്ടുള്ളത് കൊണ്ട് അവന്റെ ഹൃദയത്തിൽ നിരാശ വരുത്തതുമില്ല. പ്രിയപ്പെട്ട ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവന്റെ സമാധാന നിയമം എന്നിലുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ സ്നാനമേറ്റവര് ഇങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാരോട് ചേർന്ന് കൂട്ടായ്മ ആചരിക്കുകയും കർത്താവിന് സാക്ഷിയായിട്ട് നിൽക്കണം. ഇനി പാപം ചെയ്യാതെ കർത്താവ് നമ്മളെ സൂക്ഷിച്ച്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ച് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ഇന്നല്ലെങ്കിൽ നാളെ യേശുക്രിസ്തു മടങ്ങി വരും. നമ്മൾ മരിച്ചും പോകും. എന്നാൽ കർത്താവ് നമുക്ക് പുതിയൊരു ശരീരം തന്ന് നമ്മളെ മരണത്തിന്റെ ഉയരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെയും ചോദിപ്പാൻ തക്കവണ്ണം നമ്മൾ മരണത്തെ ജയിച്ചുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് വഴി ഇനി മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല എന്നുള്ള വചനത്തിനൊത്തവണ്ണം മരണമില്ലാത്ത ക്രിസ്തുവിനോട് കൂടെ നാമും ഒരു നാളും മരിക്കാത്ത നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സമാധാന നിയമം നിങ്ങൾക്ക് വേണ്ടിയോ? പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നമ്മുടെ കടങ്ങൾ അവൻ വീട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ജനിച്ച നാൾ മുതൽ അനുഭവിക്കുന്ന ഈ കടബാധ്യതകൾ അവൻ നിന്നെ സ്വസ്ഥനാക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വൈദ്യന്മാർക്കും നിങ്ങൾക്ക് ആശ്വസിപ്പാൻ കഴിയാത്ത രോഗമുണ്ടല്ലോ, അവിടെ കർത്താവിന് സൗഖ്യം തരുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആരും ആത്മഹത്യ ചെയ്യണ്ട, ആരും നിരാശപ്പെടേണ്ട, നിരാശ മൂത്താരും കള്ളം കുടിക്കണ്ട. ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയാൽ വരുന്ന ആരും ചിന്തിക്കണ്ട. ഈ ഭൂമിയിൽ കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ജീവിതം എത്ര മനോഹരമാണ്, അത് എത്രമാത്രം സന്തോഷകരമാണ്, എത്രമാത്രം ഭാഗ്യകരമായിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നം എത്രയേ ഉള്ളൂ, നമ്മുടെ ഉന്നത ഭാവമാണ്. നമുക്ക് ഈ സമാധാനമില്ലാത്തതിന്റെ കാരണം നമ്മുടെ അഹങ്കാരമാണ്. ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവന് ഒരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വന്നിട്ടും അവനെ അംഗീകരിപ്പാൻ കഴിയാത്തതാണ് നമ്മുടെ എല്ലാ നാശത്തിനും കാരണം. അതുകൊണ്ട് ന്യായവിധി എന്നുള്ളതോ രണ്ട് വചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിച്ചു. ഇനി ന്യായവിധി എന്നുള്ളതോ നാശം എന്നുള്ളതോ, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും നമ്മൾ അവനിൽ വിശ്വസിക്കാതെ ഈ ലോകത്തെ സ്നേഹിച്ചെന്നാൽ മതത്തിലും പാരമ്പര്യത്തിലും മറ്റു വിധമായിരിക്കുന്ന കാഴ്ചകളിലും നമ്മൾ ആശ്രയിച്ചത് കൊണ്ടാണ് നമ്മൾ നശിച്ചു പോകുന്നത്. ആകയാൽ അതെല്ലാം വിട്ട് നാശയോഗ്യമായിരിക്കുന്ന ലോക സ്നേഹത്തെ വിട്ട് നമുക്ക് വേണ്ടി രക്ഷകനായിട്ട് ഇറങ്ങി വന്ന ഈ യേശുക്രിസ്തുവിനെ സ്നേഹിച്ചും അവനെ സേവിച്ചും ഈ ദുഷ്ടലോകത്ത് നിന്ന് മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിച്ച് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ എല്ലാവരെയും സ്നേഹബുദ്ധിയാല് ഈ പ്രഭാതത്തിൽ ക്ഷണിക്കുകയാണ്.